വെൽക്കം ബാക്ക് ടു ദീനാസ് ലേണിംഗ് ക്ലാസ്. 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ ചാപ്റ്ററാണ് നിങ്ങളെ ചരിത്രത്തിൻ്റെ ആധാരശിലകൾ, അതായത് ദ ഫൗണ്ടേഷൻ സ്റ്റോൺ ഓഫ് ഹിസ്റ്ററി. ചരിത്രത്തിൻ്റെ ആധാരശിലകൾ. അത് ഞാൻ ഇതിൻ്റെ നോട്ട് തരുന്നില്ലെന്ന് വിചാരിച്ചു കുഞ്ഞുങ്ങളെ, കാരണം ഓൾറെഡി ഇതിനകത്തുള്ള എല്ലാ ക്വസ്റ്റ്യനും ആൻസറും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് നല്ലതുപോലെ ഈ ചാപ്റ്റർ നല്ലതുപോലെ ടെസ്റ്റ് വായിച്ചറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. കാരണം ചരിത്ര കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞത്. നിങ്ങൾ അറിഞ്ഞിരിക്കുക, കാണാതെ പഠിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. നോക്കിയാൽ നമുക്ക് ടെസ്റ്റ് ഒന്ന് വായിച്ചിട്ട് ക്വസ്റ്റ്യൻ ആൻസർ എടുക്കാം കേട്ടോ. ഞാൻ എളുപ്പം വായിക്കാം, സംഭവങ്ങൾ പ്രധാനപ്പെട്ടതൊക്കെ ഞാൻ പറയുമ്പോൾ നോട്ട് ചെയ്തോണേ കേട്ടോ. പ്രാദേശിക ചരിത്ര രചനാ മത്സരത്തിൽ അനു തയ്യാറാക്കിയ പ്രാദേശിക ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. അതായത് ഒരു കുട്ടി കൊടുത്തിരിക്കുന്ന ചരിത്ര രചനാ മത്സരത്തിൻ്റെ കുറേ കാര്യങ്ങളാണ് നമുക്ക് ഈ താഴത്തെ പേജിൽ തന്നിരിക്കുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് 15 കിലോമീറ്റർ തെക്കുമാറി സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് വിഴിഞ്ഞം. പ്രാചീന കാലം മുതൽക്ക് തന്നെ ചരിത്രപരവും വാണിജ്യപരവുമായ പ്രാധാന്യം ഏറെയുള്ള പ്രദേശമാണ് ഇത്. പ്രാചീന തമിഴകത്തെ സുപ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു വിഴിഞ്ഞം എന്ന് സംഘകാല സാഹിത്യകൃതികളിൽ പരാമർശിക്കുന്നു. ഒരു തുറമുഖം എന്ന നിലയിലും വ്യാപാര കേന്ദ്രം എന്ന നിലയിലും ഈ പ്രദേശം ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക ചരിത്രത്തിൻ്റെ ഭാഗമാണ്. CE 9-10 നൂറ്റാണ്ടുകളിൽ ദക്ഷിണേന്ത്യയിലെ ആയ് രാജവംശത്തിൻ്റെ കേന്ദ്രമായിരുന്നു വിഴിഞ്ഞം എന്ന് ശിലാലിഖിതങ്ങളും മറ്റു ചരിത്രലേഖങ്ങളും സൂചിപ്പിക്കുന്നു. ലീലാതിലകത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ആറ്റൂർ കൃഷ്ണപിഷാരടി പാണ്ഡ്യന്മാരാൽ പരാജിതരായ ആയ കുടുംബം ആയ്ക്കുടി ഉപേക്ഷിച്ച് വിഴിഞ്ഞത്തേക്ക് കുടിയേറിയതിനായി രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാണ്. ഉദ്യോധനസൂരി എന്ന ജൈനമുനി രചിച്ച കുവലയമാല എന്ന കൃതിയിൽ വിഴിഞ്ഞത്തെ വിജയപുരി എന്ന് പരാമർശിച്ചിരുന്നു. പാണ്ഡ്യരാജാവായ നെടുഞ്ചേഴിയൻ്റെ ശാസനത്തിൽ ഇവിടുത്തെ കോട്ടയെപ്പറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സംഘകാലഘട്ടത്തിൽ തന്നെ വിഴിഞ്ഞം ഒരു സുപ്രധാന വാണിജ്യ തുറമുഖ കേന്ദ്രമായിരുന്നു എന്ന് വിദേശ സഞ്ചാര സാഹിത്യകൃതിയായ പെരിപ്ലസ് ഓഫ് ദ എറിത്രിയൻ സി എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതൊരു കുട്ടി എഴുതിയതാട്ടോ. കേരള സർവകലാശാല പുരാവസ്തു വകുപ്പ് നടത്തിയ ഉത്ഖനനങ്ങളിൽ ഈ പ്രദേശത്തിൻ്റെ സമീപത്തായി നിലനിന്നിരുന്ന കോട്ടയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. കോട്ടപ്പുറം എന്ന സ്ഥലനാമം ഇപ്പോഴും വിഴിഞ്ഞത്തിന് സമീപത്തുണ്ട്. ചൈനീസ് നിർമ്മിതവും റോമൻ നിർമ്മിതവുമായ പാത്രങ്ങളുടെയും മറ്റ് വസ്തുക്കളുടെയും അവശിഷ്ടങ്ങൾ, റോമൻ നാണയങ്ങൾ എന്നിവ ഇവിടെ നിന്നും ലഭിച്ചിട്ടുണ്ട്. ഈ പുരാവസ്തു തെളിവുകൾ പ്രാചീന കാലത്തെ വിദേശ വ്യാപാര ബന്ധത്തിൻ്റെ സൂചനകളായി കണക്കാക്കാം. ഇവിടെ സ്ഥിതി ചെയ്യുന്ന പ്രാചീന ഗുഹാക്ഷേത്രം ഈ പ്രദേശത്തിൻ്റെ പൗരാണികത വ്യക്തമാക്കുന്നു. വിവിധ ജാതിമത വിഭാഗങ്ങളിൽപ്പെട്ടവർ സഹിഷ്ണുതയോടെ വസിക്കുന്ന ഈ പ്രദേശത്ത് വ്യത്യസ്ത മതസ്ഥരുടെ ധാരാളം ആരാധനാലയങ്ങൾ കാണാം. പ്രാചീന തുറമുഖമായിരുന്ന വിഴിഞ്ഞം ഇന്ന് ആധുനിക സൗകര്യങ്ങളുള്ള ഒരു തുറമുഖ കേന്ദ്രമായിട്ട് മാറിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. നമ്മുടെ അനു എഴുതിയ ഒരു ചരിത്ര കുറിപ്പാണ് ഇത് കേട്ടോ. അപ്പോൾ നമുക്കിനി പാഠത്തിലോട്ട് കൊടുക്കാം. മുകളിൽ നൽകിയിരിക്കുന്ന പ്രാദേശിക ചരിത്രത്തെക്കുറിച്ച് നിങ്ങൾ വായിച്ചോ. ഈ കുറിപ്പ് തയ്യാറാക്കുന്നതിന് എന്തെല്ലാം സ്രോതസ്സുകളാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നതെന്ന് കണ്ടെത്താമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടെസ്റ്റിൽ ഹാവ് യു റീഡ് ദ റൈറ്റ് അപ്പ് ഓൺ ദ ലോക്കൽ ഹിസ്റ്ററി ഓഫ് നമ്മുടെ ടെസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ക്യാൻ യു ഫൈൻഡ് ഔട്ട് ദ സോഴ്സസ് യൂസ്ഡ് ടു പ്രിപ്പയറിങ് ദീസ് റൈറ്റ് അപ്പ്. എന്തെല്ലാം ഉണ്ടെന്നാവും ഞങ്ങളെ ടെസ്റ്റിലെ നോക്കണേ. ഒന്നാമത്തെ ചോദ്യമായിട്ട് കൊടുത്തിരിക്കുന്നത് എന്തെല്ലാമാണ് അതിനകത്തിൽ? 1 പുരാവസ്തു തെളിവുകളുണ്ട്, ലിഖിതങ്ങളുണ്ട്, സാഹിത്യകൃതികളുണ്ട്, നാണയങ്ങളുണ്ട്, സ്മാരകങ്ങളുണ്ട് കേട്ടോ. നിങ്ങളതെല്ലാം നമ്പറിട്ട് അങ്ങ് എഴുതിയെടുത്തോണം. എന്തൊക്കെയാണ് പുരാവസ്തുക്കൾ? ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്, നോക്കണേ. ടെസ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ട് പുരാവസ്തു തെളിവുകൾ, ലിഖിതങ്ങൾ, സാഹിത്യകൃതികൾ കേട്ടോ. പിന്നെ നാണയങ്ങൾ, സ്മാരകങ്ങളും ഒക്കെ എഴുതിക്കോണം. ഇംഗ്ലീഷിലാണെങ്കിലോ ആർക്കിയോളജിക്കൽ എവിഡൻസ്, ഇൻസ്ക്രിപ്ഷൻസ്, കോയിൻസ്, മോണുമെൻറ്റ്സുകളും ഒക്കെയാണ് കേട്ടോ. ഓക്കെയാണോ? അത് ഞാൻ എഴുതിയിട്ടില്ല, കാരണം ഓൾറെഡി അത് ഇതിൽ തന്നിട്ടുള്ളതുകൊണ്ടാണ്. ഏതെല്ലാം സ്രോതസ്സുകളെയാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നതെന്ന് ഇവിടെ നോക്കാം.
ഒരു 5 പേര് പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. ഇംഗ്ലീഷ് എന്താണ്? ആർക്കിയോളജിക്കൽ എവിഡൻസ്, ഇൻസ്ക്രിപ്ഷൻസ്, കോയിനുകൾ, അതുപോലെ തന്നെ മോണുമെൻറ്റ്സുകളും ഒക്കെ കേട്ടോ. ഇത്തരത്തിൽ തെളിവുകളെ അടിസ്ഥാനമാക്കി ഭൂതകാലത്തെ ശാസ്ത്രീയമായി രേഖപ്പെടുത്തുന്ന പഠനമാണ് ചരിത്രം. ചരിത്രരചനയ്ക്ക് ആവശ്യമായ ഒട്ടേറെ തെളിവുകൾ ഓരോ കാലവും പല രൂപത്തിൽ അവശേഷിപ്പിച്ചിട്ടുണ്ടാകാം. അവ സമാഹരിച്ച് ശാസ്ത്രീയമായി വിശകലനം ചെയ്ത് ഭൂതകാലത്തെ രേഖപ്പെടുത്തുന്നതാണ് ചരിത്രരചന. മധ്യകാല ഇന്ത്യയിൽ നിലനിന്നിരുന്ന വിശാലമായ മുഗൾ, വിജയനഗര രാജ്യങ്ങളെക്കുറിച്ചും അവിടുത്തെ ഭരണാധികാരികളെക്കുറിച്ചും മുൻ അധ്യായത്തിൽ നിങ്ങൾ ചർച്ച ചെയ്തു. വിജയനഗരയെക്കുറിച്ചൊക്കെ പഠിച്ച ഓർമ്മയുണ്ടോ നിങ്ങളെ? ഇത്തരത്തിൽ വിശാലമായ രാജ്യങ്ങളുടെയും രാജാക്കന്മാരുടെയും ചരിത്രത്തിൽ നിന്നും വ്യത്യസ്തമായി ഒരു ചെറിയ പ്രദേശത്തിൻ്റെയോ വ്യക്തിയുടെയോ സംഭവത്തിൻ്റെയോ സൂക്ഷ്മവും സമഗ്രവുമായ രേഖപ്പെടുത്തലാണ് പ്രാദേശിക ചരിത്രം. അപ്പോൾ ഞാൻ ഇത്രയും വായിച്ചതിൽ നിന്നും നിങ്ങൾ ഒന്നാമത് പഠിക്കേണ്ടത് കണ്ടോ, ഇവിടെ നമ്മൾ പറഞ്ഞ ആ ഡയറിയിൽ എന്തൊക്കെ കാര്യങ്ങളെ എന്ന് വെച്ചാൽ പുരാതന കാലങ്ങളെക്കുറിച്ച് പറയുമ്പോഴേ എന്തൊക്കെ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്? പുരാവസ്തുക്കളെക്കുറിച്ച്, ലിഖിതങ്ങൾ എന്ന് വെച്ചാൽ ഇൻസ്ക്രിപ്ഷൻ കേട്ടോ, പിന്നെ പഴയ സാഹിത്യങ്ങൾ, കോയിനുകൾ, പിന്നെന്താ മോണുമെൻറ്റ്സുകൾ, ഇതിനെക്കുറിച്ചൊക്കെ അല്ലേ നമ്മൾ പഴയ കാലത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസറായിട്ട് ഞാൻ എഴുതി നോക്കൂ നിങ്ങളെ. ഒന്നാമത്തെ, വാട്ട് ഈസ് ഹിസ്റ്ററി? എന്താണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്? എന്താ? ഹിസ്റ്ററിയാണ് അല്ലേ. ചരിത്രം എന്നാൽ എന്താണ്? കാണാൻ പറ്റുന്നുണ്ടോ? History is a branch of a study that scientifically record the past based on evidence. തെളിവുകളെ അടിസ്ഥാനമാക്കി ഭൂതകാലത്തെ ശാസ്ത്രീയമായി രേഖപ്പെടുത്തുന്ന പഠനശാഖയാണ് ചരിത്രം. വാട്ട് യു മീൻ ബൈ ദ റൈറ്റിംഗ് ഓഫ് ഹിസ്റ്ററി? ചരിത്രരചന എന്നാൽ എന്താണ്? ചരിത്രരചന എന്നാൽ എന്താണ്? ഓരോ കാലവും പല രൂപത്തിൽ അവശേഷിപ്പിച്ച തെളിവുകൾ സമാഹരിച്ച് അത് ശാസ്ത്രീയമായി വിശകലനം ചെയ്ത് ഭൂതകാലത്തെ രേഖപ്പെടുത്തുന്നതാണ് ചരിത്രരചന. എന്താണ് ചരിത്രം? 2 ചരിത്രരചന എന്നാൽ എന്താണ് കേട്ടോ. ദ റൈറ്റിംഗ് ഓഫ് ഹിസ്റ്ററി ഈസ് ദ പ്രോസസ് ഓഫ് കളക്ടിംഗ് പീസ് ഓഫ് എവിഡൻസ് ഫോർ സയന്റിഫിക് അനലൈസിസ് ആൻഡ് ഡോക്യുമെന്റിംഗ് ദ പാസ്റ്റ്. The writing of history is the process of collecting piece of evidence for scientific analysis and documenting the past. 2 അടുത്ത മൂന്നാമത്തെ, എന്താണ് ഈ പ്രാദേശിക ഹിസ്റ്ററി? ലോക്കൽ ഹിസ്റ്ററി എന്ന് വെച്ചാൽ എന്താണ്? പ്രാദേശിക ചരിത്രം എന്നാൽ എന്താണ്? ലോക്കൽ ഹിസ്റ്ററി ഈസ് ദ minute and comprehensive documentations of a small geographical region, a person or an event. ഒരു ചെറിയ പ്രദേശത്തിൻ്റെയോ അല്ലെ വ്യക്തിയുടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവത്തിൻ്റെയോ സൂക്ഷ്മവും സമഗ്രവുമായ രേഖപ്പെടുത്തലാണ് പ്രാദേശിക ചരിത്രം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ആ പേജിനകത്തിൽ അത്രയും പറഞ്ഞിരിക്കുന്ന പേജ് നമ്പർ 181 പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ചരിത്രം എന്താണ്, ചരിത്രരചന എന്താണ്, പ്രാദേശിക ചരിത്രം എന്താണെന്നൊക്കെ. ആ 3 ഒക്കെയാണോ നിങ്ങളെ? ആ 3 അങ്ങ് എഴുതിയെടുക്കണേ. എന്താണ് ചരിത്രം, എന്താണ് ചരിത്രരചന, എന്താണ് പ്രാദേശിക ചരിത്രം, എന്താണ് ഹിസ്റ്ററി, റൈറ്റിംഗ് ഹിസ്റ്ററിയെക്കുറിച്ച് റൈറ്റിംഗ് ഓഫ് ഹിസ്റ്ററി, ലോക്കൽ ഹിസ്റ്ററി എന്നാൽ എന്ത്? ഓക്കെ ആണല്ലോ. അടുത്ത ചരിത്ര സ്രോതസ്സുകൾ എന്നാൽ എന്താണ്? അതിനു മുമ്പേ നിങ്ങൾക്ക് ഒരു നീല ബോക്സിൽ കാണാൻ പറ്റുന്നുണ്ടോ? നീല ബോക്സിനകത്തിൽ തന്നിരിക്കുന്ന ചരിത്രം കണ്ടോ? ചരിത്രവും പ്രാദേശിക ചരിത്രവും ബോക്സിനകത്ത് തന്നിട്ടുണ്ട്. വിശാലമായ പ്രദേശത്തിൻ്റെയോ നാടിൻ്റെയോ രാജ്യത്തിൻ്റെയോ സംഭവങ്ങളുടെയോ ചരിത്രം രേഖപ്പെടുത്തുന്നു. പിന്നെ എഴുതപ്പെട്ട രേഖകൾ, പുരാവസ്തു തെളിവുകൾ, ചരിത്ര അവശേഷിപ്പുകൾ എന്നിവ ഉൾപ്പെടുത്തി ചരിത്രം നിർമ്മിക്കുന്നു. പിന്നെ ഭൂതകാല സംഭവങ്ങൾ, സംസ്കാരങ്ങൾ, സമൂഹങ്ങൾ എന്നിവയെ വിശാലമായ കാഴ്ചപ്പാടിൽ വിലയിരുത്തുന്നു എന്നതെല്ലാം എന്താണ്? ചരിത്രം അല്ലെങ്കിൽ ഹിസ്റ്ററിക്കകത്തിൽ വരുന്നതാണ്. എന്നാൽ പ്രാദേശിക ചരിത്രത്തിൽ എന്തെല്ലാമാണ് വരുന്നത്? അതായത് ലോക ചരിത്രം, രാജ്യചരിത്രം, ഇതിനകത്തിൽ എന്താവും നിങ്ങളെ? വിശാലമായ ഒരു പ്രദേശത്തിൻ്റെയോ നാടിൻ്റെയോ ഒക്കെയാണ് നമ്മുടെ ചരിത്രത്തിൽ വരുന്നത്. പക്ഷേ പ്രാദേശിക ചരിത്രത്തിലാണെങ്കിലോ ലോകത്തിൻ്റെ ചരിത്രം തന്നെ അല്ലേ? ലോക ചരിത്രം, രാജ്യചരിത്രം, പ്രവിശ്യ ചരിത്രം എന്നിവയിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ചെറിയ ഭൂപ്രദേശത്തിൻ്റെയോ വിഷയങ്ങളുടെയോ സംഭവങ്ങളുടെയോ ഒക്കെ സൂക്ഷ്മമായ ചരിത്ര അന്വേഷണമാണ്. ഇംഗ്ലീഷുകാർ ആ ബോക്സിൽ അങ്ങ് പഠിക്കണേ കേട്ടോ. പിന്നെ പ്രാദേശിക ആഘോഷങ്ങളും ശീലങ്ങളും അനുഷ്ഠാനങ്ങളും വാമൊഴി വഴക്കങ്ങളും ചരിത്രരചനയുടെ ഭാഗമായിരുന്നു.
അതുപോലെ തന്നെ ചരിത്രത്തെ ജനാധിപത്യവൽക്കരിച്ച് മുഖ്യധാരാ ചരിത്രത്തിൽ ഇടം കിട്ടാതെ പോയ പ്രദേശങ്ങൾക്കും ജനവിഭാഗങ്ങൾക്കും സംഭാവനകൾക്കും അർഹമായ പ്രാതിനിധ്യം നൽകുന്നു എന്നതാണ്. ആ 3 കണ്ടോ, 6 മാർഗം. അത് ചരിത്രവും പ്രാദേശിക ചരിത്രവും തമ്മിലുള്ള വ്യത്യാസം കേട്ടോ. പ്രാദേശിക ചരിത്രം എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററി ആയിരുന്നു അല്ലേ. പ്രാദേശിക ചരിത്രം ഇപ്പം നമ്മൾ പറഞ്ഞതാ അല്ലേ, ലോക്കൽ ഹിസ്റ്ററിയും ഹിസ്റ്ററിയും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ. ഇത് രണ്ടും നല്ലപോലെ ഒന്ന് അറിഞ്ഞിരിക്കണേ. പ്രധാനപ്പെട്ടത് ഞാൻ പറയുന്നുണ്ട്, അതങ്ങ് പഠിച്ചാൽ മതി കേട്ടോ. ഇതിനകത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, പ്രധാനപ്പെട്ടത് ഞാൻ പറയുന്നുണ്ട്. ചരിത്ര സ്രോതസ്സുകൾ വിവിധങ്ങളായ തെളിവുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ചരിത്ര രചന നിർവഹിക്കുന്നത്. ഇനി ചരിത്രത്തെക്കുറിച്ച് നമുക്ക് വിവരം നൽകുന്ന എന്തിനേയും ചരിത്ര രചനയ്ക്കുള്ള സ്രോതസ്സുകൾ എന്ന് പറയാം. ചരിത്ര സ്രോതസ്സുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ചരിത്രത്തെക്കുറിച്ച് നമുക്ക് വിവരം നൽകുന്ന എന്തിനേയും നമുക്ക് ചരിത്ര രചനയ്ക്കുള്ള സ്രോതസ്സുകൾ എന്ന് വിളിക്കാം. നിശ്ചിത കാലഘട്ടവുമായിട്ട് ബന്ധപ്പെട്ടതും ഉപയുക്തമായ വിവരങ്ങൾ നമുക്ക് നൽകുന്നതുമായ ഏതൊരു വസ്തുവും ഒരു ചരിത്ര സ്രോതസ്സാണ്. ഇനി ചരിത്ര സ്രോതസ്സുകൾ ഏതൊക്കെയാണ്, അത് ഇമ്പോർട്ടൻ്റ്. ഞാൻ പറഞ്ഞില്ല, ഇമ്പോർട്ടൻ്റ് ഞാൻ പറയും, അതങ്ങ് എഴുതിയാൽ മതി കേട്ടോ. നോക്കിയേ, ചരിത്ര സ്രോതസ്സുകൾ ഏതെല്ലാം, ഇതിനെല്ലാം ഓരോ മാർഗ്ഗമാണെന്ന് വിചാരിച്ച് പഠിക്കണം കേട്ടോ. പുരാവസ്തുക്കൾ, പിന്നെ സ്മാരകങ്ങൾ, പിന്നെ സാഹിത്യ കൃതികൾ, പിന്നെ സഞ്ചാരക്കുറിപ്പുകൾ, പത്രങ്ങൾ, ഔദ്യോഗിക രേഖകൾ, ഇവയൊക്കെയാണ് കേട്ടോ. അത് നിങ്ങളുടെ ഇംഗ്ലീഷുകാരുടെ പുസ്തകത്തിലും കിടപ്പുണ്ട് കേട്ടോ. ഹിസ്റ്ററിക്കൽ സോഴ്സുകൾ എന്തെല്ലാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3 മാർക്കിൻ്റെ ഒരു ചോദ്യമായിട്ട് ഇതൊക്കെ ചോദിക്കാം. ചരിത്ര സ്രോതസ്സുകൾ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ സോഴ്സസുകൾ എന്തെല്ലാം നോക്കിക്കേ. ചരിത്ര സ്രോതസ്സുകൾ എന്നാൽ എന്ത്? എനിത്തിങ് ദാറ്റ് ഗിവ്സ് ഇൻഫർമേഷൻ യൂസ്ഫുൾ ഫോർ റൈറ്റിംഗ്. ഹിസ്റ്ററി ക്യാൻ ബി കാൾഡ് സോഴ്സസ് ഓഫ് history. Any object that is related to a particular period of time giving us valid information about that period is a sources of for writing history. അതായത് ചരിത്രത്തെക്കുറിച്ച് നമുക്ക് വിവരം നൽകുന്ന എന്തിനേയും ചരിത്ര സ്രോതസ്സുകൾ എന്ന് നമ്മൾ വിളിക്കുന്നു. ഒരു നിശ്ചിത കാലഘട്ടവുമായിട്ട് ബന്ധപ്പെട്ടതും ഉപയുക്തമായ വിവരങ്ങൾ നമുക്ക് നൽകുന്നതുമായ ഏതൊരു വസ്തുവും ചരിത്ര സ്രോതസ്സാണെന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ആ 2 വരി എഴുതി വെച്ചാൽ മതി, ചരിത്ര സ്രോതസ്സുകൾ. ഇനി മെയിൻ സോഴ്സസ് ഓഫ് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രധാന സ്രോതസ്സുകൾ ഏതെല്ലാമാണ്? പുരാവസ്തുക്കൾ, ആർക്കിയോളജിക്കൽ റിമൈൻസ്, സ്മാരകങ്ങൾ, മോണുമെൻറ്റ്സുകൾ, സാഹിത്യകൃതികൾ, ലിറ്റററി വർക്ക്, സഞ്ചാരക്കുറിപ്പുകൾ, ട്രാവലേജ്, പിന്നെ പത്രങ്ങൾ, ന്യൂസ് പേപ്പറുകൾ. ഇതിലേതെങ്കിലും ഒരു 4 നല്ലതുപോലെ അറിഞ്ഞിരിക്കണം കേട്ടോ. അടുത്തത് പുരാവസ്തു ശാസ്ത്രപരമായ സ്രോതസ്സുകൾ എന്തെല്ലാം? പുരാവസ്തു ശാസ്ത്രപരമായ സ്രോതസ്സുകൾ അവ നിർമ്മിക്കപ്പെട്ട കാലഘട്ടത്തിലെ ജീവിതത്തെക്കുറിച്ചോ വിവരങ്ങളോ തെളിവുകളോ നൽകുന്നവയാണ്. എന്താണ് ഈ പുരാവസ്തു ശാസ്ത്രം? പുരാവസ്തു എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? പണ്ടത്തെ കാലത്തെ ആർക്കിയോളജിക്കൽ എന്നൊക്കെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. എന്താ നിങ്ങളെ പുരാവസ്തു എന്ന് പറയുന്നത് എന്താണ്? ആർക്കിയോളജിക്കൽ സോഴ്സസുകൾ എന്തെല്ലാമാണ്? അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടോ. എന്താ പണ്ട് കാലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഏതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും തെളിവുകളും ഒക്കെ കൊടുക്കുന്നതിനെയാണ് നമ്മൾ പുരാവസ്തു ശാസ്ത്രപരമായ സ്രോതസ്സുകൾ. അവ ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. സ്മാരകങ്ങൾ അല്ലേ, ലിത്തിക് മോണുമെന്റ്സ്, അത് ഞാനിവിടെ എഴുതിയിട്ട് ഗുഹകൾ, പിന്നെ പുരാലിഖിതങ്ങൾ, കൊട്ടാരങ്ങൾ, നാണയങ്ങൾ എന്നിവയൊക്കെയാണ്. നോക്കിയേ, പുരാവസ്തു ശാസ്ത്രപരമായ സ്രോതസ്സുകൾ ഏതൊക്കെയാണ്? ആർക്കിയോളജിക്കൽ സ്രോതസ് ഒരു 4 പേര്. കേവ്സ്, ഗുഹകളുണ്ട്. പാലസുകൾ, കൊട്ടാരങ്ങളുണ്ട്. കോയിൻസ്, നാണയങ്ങളുണ്ട്. പിന്നെ ശിലാസ്മാരങ്ങൾ, ലിത്തിക് മോണുമെന്റ്സ് കേട്ടോ. ഈ 4 പഠിച്ചു വെച്ചേ. ഇതിനകത്തിലെ ഞാൻ പറഞ്ഞല്ലോ പ്രധാനപ്പെട്ടത് മാത്രം എഴുതി വെച്ചിരിക്കുകയാണ് കേട്ടോ. പ്രധാനപ്പെട്ടത് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ചരിത്ര സ്രോതസ്സുകൾ, ഹിസ്റ്ററിക്കല് പ്രധാന സ്രോതസ്സുകൾ, മെയിൻ സോഴ്സസ് ഓഫ് റൈറ്റിംഗ് ഹിസ്റ്ററി. പിന്നെ പുരാവസ്തു ശാസ്ത്രപരമായ സ്രോതസ്സുകൾ, ആർക്കിയോളജിക്കൽ സോഴ്സസ് എന്തൊക്കെയാണെന്ന്. അത്രയും ഓക്കെ ആണല്ലോ. ഇനി അടുത്ത അത് ആ ബോക്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ശിലാസ്മാരകങ്ങൾ എന്തെല്ലാമാണ്? നമ്മൾ ഓരോന്നിനെക്കുറിച്ചും പുരാവസ്തുക്കളെക്കുറിച്ച് ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കും? ഇനി ശിലാസ്മാരകങ്ങൾ, ശിലകളുടെ സ്മാരകങ്ങൾ എന്ന് കേട്ട് ലിത്തിക് മോണുമെന്റ്സ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ലിത്തിക് മോണുമെന്റ്സുകൾ ഏതൊക്കെയാണ്? ഓക്കെ, നമുക്ക് ചുറ്റും കാണുന്ന ഓരോ കല്ലിനും ഓരോ കഥ പറയാനുണ്ടാവും. വലിയ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ധാരാളം സ്മാരകങ്ങളുടെ അവശേഷിപ്പുകൾ നമ്മുടെ പൂർവികർ ഇവിടെ ഉപയോഗിച്ചു പോയിട്ടുണ്ട്. തന്നിരിക്കുന്ന ചിത്രങ്ങൾ നോക്കൂ, കണ്ടോ, കുട പോലൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതിനെ കുടക്കല്ല്. കഴിഞ്ഞ വർഷം 8ാം ക്ലാസ്സിൻ്റെ സോഷ്യലിൻ്റെ പുസ്തകത്തിൽ ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കാനുണ്ടായിരുന്നു. ഇപ്രാവശ്യം അത് മാറ്റാം, നിങ്ങൾ ചെല്ലുമ്പോഴത്തേക്ക് അത് മാറും കേട്ടോ. 8ൻ്റെ അകത്തിൽ പഠിക്കാൻ ഇതിനെക്കുറിച്ചൊക്കെ വിശദീകരിച്ചുണ്ട്. കുടക്കല്ല്,
തൊപ്പിക്കല്ല്, മുനിയറ, ഇതിനെക്കുറിച്ചൊക്കെ കേട്ടോ. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കണ്ടെടുത്ത ചരിത്രശേഷിപ്പുകളാണ് ഈ ശിലാസ്മാരകങ്ങൾ. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കണ്ടെടുത്ത ചരിത്രത്തിൻ്റെ ശേഷിപ്പുകളാണ് ഇപ്പോൾ ഈ കാണുന്ന കല്ലുകളൊക്കെ അല്ലേ. ഇത് വലിയ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചതായതിനാൽ ഇവയെ മഹാശിലാസ്മാരകങ്ങൾ എന്നാണ് വിളിക്കുന്നത്. വലിയ വലിയ കല്ലുകൾ ഉപയോഗിച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇതിനെ മഹാശിലാസ്മാരകങ്ങൾ എന്നാണ് വിളിക്കുന്നത്. പുരാതന മനുഷ്യർ നിർമ്മിച്ച ഈ സ്മാരക ശിലകൾ പോയ കാലത്തെ ചരിത്രം നമ്മോട് പറയുന്നുണ്ട്. ഇടുക്കി ജില്ലയിലെ മറയൂർ, തൃശ്ശൂർ ജില്ലയിലെ ചിറമനങ്ങാട്, മലപ്പുറം ജില്ലയിലെ തവനൂർ തുടങ്ങിയവ സ്ഥലങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള ശിലാസ്മാരകങ്ങളുടെ ശേഷിപ്പുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ പൂർവികരുടെ ഭൗതിക അവശിഷ്ടങ്ങൾ അടക്കം ചെയ്യാനാണ് ഇവർ ഇത് ഉപയോഗിച്ചിരുന്നത്. അതൊരു ചോദ്യമാണ് കേട്ടോ. എന്താണ് മഹാശിലാസ്മാരകങ്ങൾ കണ്ടെത്തിയ പ്രദേശങ്ങൾ ഏതെല്ലാമാണ്? ഒന്ന് മറയൂർ, ഇടുക്കിയിൽ മറയൂർ, തവനൂർ, മലപ്പുറത്താണ് തവനൂർ, ചിറമനങ്ങാട്, തൃശ്ശൂറാണ് ചിറമനങ്ങാട്. ഓരോ സ്ഥലപ്പേരും അറിയണേ. പിന്നെ മഹാശില്പ സ്മാരകങ്ങളുടെ സവിശേഷത, ഫീച്ചേഴ്സ് ഓഫ് ലിത്തിക് മോണുമെന്റ്സ്, അതൊരു 3 മാർക്കിന്റെ ചോദ്യമാണ്. ലിത്തിക് മോണുമെന്റ്സ് ആർ ഹിസ്റ്റോറിക്കൽ റിമൈൻസ് ഫൈൻഡ് ഔട്ട് ഫ്രം ഡിഫറെന്റ് പാർട്ട് ഓഫ് കേരള as these were built with huge stone. They are known as megalithic monuments. എന്താ നിങ്ങളെ മെഗാലിത്തിക് മോണുമെന്റ്സ്, മഹാശിലാ സ്മാരകങ്ങൾ എന്ന് പറയും. ദീസ് മോണുമെന്റ് ബിൽറ്റ് ബൈ അവർ ആൻസിസ്റ്റേഴ്സ് എന്ന് വെച്ചാൽ എന്താ പൂർവികന്മാരൊക്കെ കേട്ടോ. ടെൽ എ ലോട്ട് ടു അസ് എബൌട്ട് ആൻഷ്യന്റ് ടൈം. ഏൻഷ്യൻ്റ് എന്നൊക്കെ പറയാം കേട്ടോ. വലിയ കല്ലുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട സ്മാരകങ്ങളാണിത്. വലിയ ശിലകൾ കൊണ്ട് നിർമ്മിച്ചതിനാൽ ഇതിനെ മഹാശിലാ സ്മാരകങ്ങൾ എന്ന് വിളിക്കുന്നു. പൂർവികരുടെ ഭൗതിക അവശിഷ്ടങ്ങൾ, ആൻസിസ്റ്റേഴ്സ് കേട്ടോ, അവരുടെ ഭൗതിക അവശിഷ്ടങ്ങൾ അടക്കം ചെയ്യാനാണിത് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ നന്നങ്ങാടി എന്നാൽ എന്തെന്ന് ഇതൊക്കെ 8ന്റെ പുസ്തകത്തിലുണ്ടായിരുന്നു കേട്ടോ. അവരെ പഠിപ്പിച്ചതാണ് നന്നങ്ങാടി. എന്താ ഈ നന്നങ്ങാടി നോക്കിയാണ്ട വലിയൊരു കാലമാണ്. മഹാശിലാ കാലഘട്ടത്തിലെ ശവസംസ്കാരത്തിനായിട്ട് ഉപയോഗിച്ച ഒരു വലിയ കളിമൺ ഭരണികളാണ് നന്നങ്ങാടി. എന്താണ് ഈ നന്നങ്ങാടി എന്ന് നിങ്ങളോട് ചോദിച്ചാൽ എന്താ, പണ്ട് കാലത്താണ്ട് ഇതുപോലെയുള്ള കലുത്തിനകത്തിലിട്ടായിരുന്നു അടച്ചു വെച്ചിരുന്നത് കേട്ടോ. നീ പറയുന്നുള്ള ശവപ്പെട്ടികളും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. മഹാശിലാ കാലഘട്ടത്തിൽ ശവസംസ്കാരത്തിന് ഉപയോഗിച്ചിരുന്ന വലിയ കളിമൺ ഭരണികളാണ് നന്നങ്ങാടികൾ. ഭൗതിക അവശിഷ്ടം അടക്കം ചെയ്ത് മണ്ണിനടിയിൽ മൂടുന്ന ഭരണികളാണ് ഈ കാണിച്ചിരിക്കുന്നത് കണ്ടോ, ഈ ഭരണി. ഓക്കെ ആണോ? അടുത്ത് നമ്മൾ പഠിക്കുന്നത് ഗുഹകളെക്കുറിച്ചാണ്. പണ്ട് കാലത്തെ ഓരോ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അടുത്തത് ഗുഹകൾ. കേരളത്തിലെ പ്രാചീന ചരിത്രത്തെക്കുറിച്ച് വെളിച്ചം വീശുന്നവയാണ് ഗുഹകൾ. പ്രകൃതിദത്തമായ ഇത്തരം ഗുഹകളിൽ ചരിത്രാതീത കാലത്തെ മനുഷ്യ ജീവിതത്തെ സൂചിപ്പിക്കുന്ന ചിത്രങ്ങളും മറ്റും ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇടയ്ക്കൽ, വയനാടുള്ള ഇടയ്ക്കൽ, ഇടുക്കിയിലുള്ള മറയൂർ, തിരുവനന്തപുരത്തുള്ള ആലങ്കോടെന്ന് കേട്ടോ, തെന്മല, കോട്ടുക്കൽ, കൊല്ലത്തുള്ള തെന്മല, കോട്ടുക്കൽ എന്നിവിടങ്ങളിൽ ചില പ്രധാന ഗുഹകൾ സ്ഥിതി ചെയ്യുന്നു. ഇത്തരത്തിൽ കേരളത്തിലെ ചരിത്ര പ്രാധാന്യമുള്ള പുരാവസ്തുക്കളെ സംരക്ഷിക്കുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും കേരള ആർക്കിയോളജി വകുപ്പുമാണ്. അത് 1 മാർക്കിന് ചോദിക്കുന്നത് കേട്ടോ. എന്താ കേരളത്തിലെ ചരിത്ര പ്രാധാന്യമുള്ള പുരാവസ്തുക്കളെ സംരക്ഷിക്കുന്നത് ആരാണ്? കേരളത്തിലെ ചരിത്ര പ്രാധാന്യമുള്ള പുരാവസ്തുക്കളെ സംരക്ഷിക്കുന്നത് ആർക്കിയോളജിക്കൽ, ഒരു മാർക്കിൻ്റെ ചോദ്യമാണ് കേട്ടോ. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും കേരള ആർക്കിയോളജി വകുപ്പുമാണ് കേട്ടോ. ഓക്കെ ആണോ? ഇംഗ്ലീഷുകാർക്കും അതുണ്ട് നിങ്ങളെ. അതായത് വിച്ച് ആർ ദ ഏജൻസീസ് ദാറ്റ് പ്രൊട്ടക്ട് ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടൻ്റ് ആർക്കിയോളജിക്കൽ മെറ്റീരിയൽസ് ഇൻ കേരള? ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ദി, ഞാൻ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. അതെ, കേരളത്തിൻ്റെ പ്രധാന ഗുഹകൾ ഏതെല്ലാം? ഇടയ്ക്കൽ കണ്ടോ, മലയാളം എഴുതിയിട്ടുണ്ട്. മറയൂർ, പിന്നെ ആലങ്കോട്, പിന്നെ തെന്മല, കോട്ടുങ്കൽ നടല്ല. ജില്ലയുടെ പേരും എഴുതി വെച്ചിട്ടുണ്ട്, സ്ഥലപ്പേരും എഴുതി വെച്ചിട്ടുണ്ടോ. എല്ലാം
മലയാളവും ഇംഗ്ലീഷും എഴുതി വെച്ചിട്ടുണ്ട്. അടുത്ത 10ാമത്തെ, കേരളത്തിലെ ചരിത്ര പ്രാധാന്യമുള്ള പുരാവസ്തുക്കളെ സംരക്ഷിക്കുന്ന ഏജൻസി ഉണ്ടോ? ഏജൻസികൾ ഏതെല്ലാമാണ്? വിച്ച് ആർ ദ ഏജൻസീസ് ദാറ്റ് പ്രൊട്ടക്ട് ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടൻറ്റ് ആർക്കിയോളജിക്കൽ മെറ്റീരിയൽസ് ഇൻ കേരള? ആരൊക്കെ? കേരള ആർക്കിയോളജിക്കൽ വകുപ്പ്, പിന്നെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും കൂടെയാണ്. അത് 2 മാർക്കിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടല്ലോ. അപ്പോൾ അത് പറഞ്ഞു. ഇനി അതുപോലെ നോക്കി കുഞ്ഞുങ്ങളെ, ഇടയ്ക്കൽ ഗുഹയെക്കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? ഇടയ്ക്കൽ ഗുഹ പ്രാചീന മനുഷ്യർ ഉപയോഗിച്ചിരുന്ന, നന്നങ്ങാടി മനസ്സിലായോ കുഞ്ഞുങ്ങൾ കേട്ടോ? നമ്മൾ അടക്കം ചെയ്ത് പണ്ട് കാലത്തുള്ള ആൾക്കാരെ അടക്കം ചെയ്തിരുന്നതിനുള്ള ഒരു കലം ഉണ്ടല്ലോ, ഭരണി. കലം എന്ന് പറയുന്നത് ഭരണിയാണ്, നന്നങ്ങാടി. പക്ഷേ ഇടയ്ക്കൽ ഗുഹയെക്കുറിച്ച് നോക്കി, ആ ഗുഹ നോക്കണേണ്ട, നമ്മൾ സിനിമയ്ക്കകത്തിലൊക്കെ കാണുന്നത് പ്രാചീന മനുഷ്യർ ഉപയോഗിച്ചിരുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ഗുഹകളിൽ ഒന്നാണ് ഇടയ്ക്കൽ ഗുഹ. വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയാണ് ഈ എടയ്ക്കൽ ഗുഹ. ഇവിടുത്തെ ചുമരുകളിൽ കൊത്തിയിരിക്കുന്ന ഗുഹാചിത്രങ്ങൾ ശിലായുഗത്തിലെ മനുഷ്യരെക്കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചും വിവരങ്ങൾ നൽകുന്നു. എന്താ കുഞ്ഞുങ്ങളെ? പ്രാചീന മനുഷ്യർ ഉപയോഗിച്ചിരുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ഗുഹകളിൽ ഒന്നാണ് നമ്മുടെ എടയ്ക്കൽ ഗുഹ. നിങ്ങൾ ഈ കേട്ടോണ്ടിരിക്കുമ്പോഴേ നിങ്ങളൊക്കെ ഏതൊക്കെ ജില്ലയിലേ ഉള്ളവരാ കുഞ്ഞുങ്ങളെ? നിങ്ങളുടെ ജില്ലയിൽ എന്തെങ്കിലും പ്രത്യേകത വല്ലതും ഉണ്ടോ? നമ്മളെല്ലാവരും ഓരോരുത്തരും ഓരോ ജില്ലയിൽ ഇരുന്നുകൊണ്ടല്ലേ നമ്മളിത് കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ ജില്ലയിലെ എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട എന്നുവെച്ചാൽ എല്ലാവരും അറിയുന്ന ഒരു 2 കാര്യങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ ഒന്നിടണേ കേട്ടോ. അപ്പം ഞാൻ എൻ്റെ പറയാം. ഇവിടുത്തെ ചുമരുകളിൽ നമ്മളിപ്പോൾ പറഞ്ഞ വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയാണ് നമ്മുടെ ഇടയ്ക്കൽ ഗുഹ. ഇവിടുത്തെ ചുമരുകളിൽ കൊത്തിയിരിക്കുന്ന ഗുഹാചിത്രങ്ങൾ ശിലായുഗത്തിലെ മനുഷ്യരെക്കുറിച്ചും അവരുടെ ചിത്രങ്ങളെക്കുറിച്ചുമാണ് വിവരിക്കുന്നതെന്നാണ് ഇടയ്ക്കൽ ഗുഹയെക്കുറിച്ച് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഈ പാഠഭാഗത്തിനകത്തിൽ നല്ലതുപോലെ വായിച്ചൊന്നും മനസ്സിലാക്കി വെക്കുക എന്നുള്ളതേ ഉള്ളൂ. നമ്മളിപ്പോൾ ഇത്രയും വായിച്ചതിൽ നിന്ന് എന്തൊക്കെ മനസ്സിലാവും നിങ്ങളെ? പണ്ട് കാലത്ത് നമ്മളിപ്പോൾ പഴയ കാലത്തെ കാര്യങ്ങൾ പറയുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്? പുരാവസ്തുക്കൾ, പിന്നെ സാഹിത്യങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ കോയിനുകൾ അല്ലേ, പണ്ടത്തെ പൈസകളെക്കുറിച്ചും, പണ്ട് നമ്മൾ സ്റ്റാമ്പുകളൊക്കെ ഉണ്ടല്ലോ, പഴയ സ്റ്റാമ്പുകൾ, അങ്ങനെയൊക്കെയുള്ളതാണ്. പിന്നെ ചരിത്രവും ഇന്നത്തെ പ്രാദേശിക ചരിത്രവും തമ്മിലുള്ള വ്യത്യാസം എന്തെല്ലാമാണ്? ചരിത്ര സ്രോതസ്സുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പ്രധാനപ്പെട്ടത് മാത്രമാണ് പറയുന്നത്. അതുപോലെ തന്നെ പുരാവസ്തു ശാസ്ത്ര സ്രോതസ്സുകൾ ഏതൊക്കെയാണെന്നൊരു 5 പേര്. ശിലാസ്മാരകങ്ങളുടെ പേര് എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ അറിയണം കേട്ടോ. പുരാതന ശിലാസ്മാരകങ്ങൾ എന്നാൽ എന്ത്? പിന്നെ നമ്മളിപ്പോൾ പഠിച്ച നന്നങ്ങാടി എന്നാൽ എന്ത് കേട്ടോ. പിന്നെ എടയ്ക്കൽ ഗുഹയെക്കുറിച്ച് പറഞ്ഞു. ഓക്കെ ആണോ? ഇതെല്ലാം ഒന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ പുരാലിഖിതങ്ങൾ അതായത് നമ്മൾ പിന്നെ പറഞ്ഞ ദ സ്റ്റഡി ഓഫ് ആൻഷ്യൻ്റ് ഇൻസ്ക്രിപ്ഷൻസ് ഈസ് നോൺ എസ്. പുരാലിഖിതങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനെ നമ്മൾ എപ്പിഗ്രഫി, അതൊക്കെ 1 മാർക്കിന് ചോദിക്കുന്ന കേട്ടോ. എന്താണ്? ദ സ്റ്റഡി ഓഫ് ആൻഷ്യൻ്റ് ഇൻസ്ക്രിപ്ഷൻസ് ഈസ് നോൺ എസ് എന്താ? എപ്പിഗ്രഫി, ലിഖിത പഠനം എന്നാണ് കേട്ടോ. മേജർ ഇൻസ്ക്രിപ്ഷൻസ് ഫൗണ്ട് ഇൻ കേരള. ഇനി കേരളത്തിലെ പ്രധാനപ്പെട്ട ലിഖിതങ്ങൾ ഏതെല്ലാമാണെന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. നോക്കിയേ, പുരാലിഖിതങ്ങൾ, ശിലകൾ, ലോഹത്തകിടുകൾ, ഓലകൾ. എന്താണ് ഈ ലിഖിത പഠനം? ഇപ്പോൾ നമ്മൾ പറഞ്ഞ ശിലകൾ, ഇപ്പോൾ കാണിച്ച ഈ 3 ശിലകൾ, ലോഹത്തകിടുകൾ, ഓലകൾ തുടങ്ങിയവയിൽ എഴുത്തുകളെ കുറിച്ചുള്ള പഠനമാണ് ലിഖിത പഠനം എന്ന് പറയുന്നത്. ഈ പണ്ട് കാലത്തൊക്കെ ഉള്ള പണ്ട് കാലത്ത് ഇപ്പോഴത്തെ കൂട്ട് പ്രമാണങ്ങളും മറ്റും കാര്യങ്ങളും ഒന്നും ഇല്ല. അന്ന് ഇതുപോലെയുള്ള ലോഹത്തകിടിലാണ് എല്ലാവരും, അല്ലെങ്കിൽ നാരായം വെച്ച് ഇതുപോലുള്ള പനയോലയുണ്ടല്ലോ, പനയോല പോലെയുള്ളതിനകത്തിലൊക്കെ, പനയോലയല്ല മറ്റെന്തോ ഒരു ഓല, പനയോലയിൽ നമ്മൾ അക്ഷരം പഠിക്കുന്നില്ലേ, അതുപോലെ എന്തോ ഒരു ഓലയിലാണ് ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ശിലകൾ കല്ലിൽ കൊത്തി വെച്ചിരിക്കുന്നതൊക്കെയാണ് പറയുന്നത്. ലിഖിത പഠനം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പറഞ്ഞ 3 എഴുത്തുകളെക്കുറിച്ചുള്ള പഠനമാണ് നമ്മളെന്ത് പറയുന്നത്? എപ്പിഗ്രഫി. അത് 1 മാർക്കിന് ചോദിക്കാം കേട്ടോ, ലിഖിത പഠനം. ഇത്തരത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ധാരാളം ലിഖിതങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. തരസാപ്പള്ളി ലിഖിതം കൊല്ലത്ത്, ജൂതശാസനം മട്ടാഞ്ചേരി, പാലിയം ശാസനം ആലപ്പുഴ എന്നിവ കേരളത്തിലെ പ്രധാന ലിഖിതങ്ങളാണ്. കേരളത്തിൽ പുരാതന ലിഖിതങ്ങളുടെ ശേഖരണവും സംരക്ഷണവും കേരള ആർക്കൈവ്സ് വകുപ്പാണ്. ആർക്കൈവ്സ് സ്പെല്ലിംഗ് അറിയണേ കേട്ടോ. അതാണ്ട് കല്ലയിൽ കൊത്തിയിരിക്കുന്നത് കണ്ടോ? ഓക്കെ ആണോ? കല്ലയിൽ കൊത്തി വെച്ചിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോ? ക്ഷേത്രപ്രവേശന വിളംബരത്തെക്കുറിച്ച് കണ്ടോ? ഓക്കെ. അപ്പോൾ അതിനകത്തിൽ നമ്മൾ ഇപ്പോൾ എവിടെ പഠിച്ചു? തരിസാണ്ട് മേജർ ഇൻസ്ക്രിപ്ഷൻസ് ഫൗണ്ട് ഇൻ കേരള. കേരളത്തിലെ പ്രധാന ലിഖിതങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തരിസാപ്പള്ളി ലിഖിതം കൊല്ലം, ജൂതശാസനം മട്ടാഞ്ചേരി, പാലിയം ശാസനം ആലപ്പുഴ കേട്ടോ.
ഇംഗ്ലീഷ് മലയാളം ഉണ്ട് ഒരുപാടുള്ളതായിട്ട് തോന്നുന്നത് അവനവൻ്റെ എഴുതിയെടുത്താൽ മതി കേട്ടോ. കേരളത്തിലെ പ്രധാന കോട്ടകൾ ഏതെല്ലാമാണ്? കേരളത്തിലെ ഞാൻ മുമ്പ് പറഞ്ഞില്ലേ നമ്മുടെ നമ്മളൊക്കെ ഓരോ സ്ഥലങ്ങളിലാണ് താമസിക്കുന്നത് അല്ലേ. ഇവർക്ക് ഈ സ്ഥലങ്ങളിലൊക്കെ എന്തായാലും ഒരു പ്രത്യേകത കാണും ഇല്ലേ കുഞ്ഞുങ്ങളെ? അപ്പം ഓക്കെ, കേരളത്തിലെ പ്രധാന കോട്ടകൾ ഏതെല്ലാമാണ്? ഒന്നാമത്തത് ബേക്കൽ ഫോർട്ടിനാണ് കോട്ട എന്ന് പറഞ്ഞിട്ട്. ബേക്കൽ ഫോർട്ട് കാസർഗോട്ട്, കണ്ണൂർ ഫോർട്ട് കണ്ണൂർ തന്നെയാണ്, പാലക്കാട് ഫോർട്ട് പാലക്കാടാണ്, അഞ്ചുതെങ്ങ് എന്ന് പറയുന്നത് അഞ്ചുതെങ്ങ് തിരുവനന്തപുരത്തുമാണ് കേട്ടോ. തിരുവനന്തപുരം. അഞ്ചുതെങ്ങ് കൊല്ലമാണോ തിരുവനന്തപുരം? ഓക്കെ, കോട്ടകളും കൊട്ടാരങ്ങളും രാജ്യസുരക്ഷ, സൈനിക ആവശ്യങ്ങൾ, വ്യാപാരം എന്നിവയ്ക്കായി നിർമ്മിച്ചിട്ടുള്ള കോട്ടകളെ ചരിത്രരചനയ്ക്ക് പ്രാധാന്യ സ്രോതസ്സുകളായി പ്രയോജനപ്പെടുത്താം. കേരളത്തിലെ വ്യത്യസ്ത കാലഘട്ടങ്ങളെക്കുറിച്ചും ഭരണാധികാരികളെക്കുറിച്ചും കോട്ടകൾ നമുക്ക് വിവരം നൽകുന്നു. ബേക്കൽ കോട്ട, കണ്ണൂർ കോട്ട, പാലക്കാട് കോട്ട, അഞ്ചുതെങ്ങ് കോട്ട തുടങ്ങിയവ കേരളത്തിലെ പ്രധാന കോട്ടകളാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ നാട്ടിൽ ഇതുപോലെയുള്ള കോട്ടകൾ വല്ലതും നിലവിലുണ്ടോ? അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിച്ച പ്രധാനപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയാൻ കേട്ടോ. കോട്ടകളെ പോലെ തന്നെ ചരിത്ര പ്രാധാന്യമുള്ളതാണ് കൊട്ടാരങ്ങളും കേട്ടോ. ഞങ്ങളുടെ ഇവിടെ ഉണ്ട് ഞങ്ങളുടെ ഇവിടെ കൊട്ടാരങ്ങളൊന്നുമില്ല അല്ലേ. ഓക്കെ, കോട്ടകളെ പോലെ തന്നെ ചരിത്ര പ്രാധാന്യമുള്ളതാണ് കൊട്ടാരങ്ങൾ. കേരളത്തിലെ ചില പ്രധാന കൊട്ടാരങ്ങളുടെ പേരുകൾ ചുവടെ പറയുന്നു. നിങ്ങൾക്കറിയാവുന്ന കൊട്ടാരങ്ങളുടെയൊക്കെ പേര് പറയാം. പത്മനാഭപുരം കൊട്ടാരം, മട്ടാഞ്ചേരി പാലസ്, കിളിമാനൂർ കൊട്ടാരം, അറക്കൽ കൊട്ടാരം, കൃഷ്ണപുര കൊട്ടാരം കേട്ടോ. നമ്മുടെ ടെസ്റ്റിൽ അത് കുറേ കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങളെ, കുറേ കൊട്ടാരങ്ങളുടെ പേര് പറയാൻ. ഇംഗ്ലീഷുകാരും അങ്ങനെ തന്നെ കേട്ടോ. അടുത്ത ബേക്കൽ കോട്ടയെക്കുറിച്ച് ചോദിച്ചാണ്ട് ഒരു കോട്ട കണ്ടോ. നമ്മൾ ഇത്തിരി കോട്ടയുടെ പേര് പറഞ്ഞല്ലോ. 17-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയായ ബേക്കൽ കോട്ട കാസർഗോഡ് ജില്ലയിൽ പള്ളിക്കര വില്ലേജിൽ സ്ഥിതി ചെയ്യുന്നു. ഈ കോട്ടയ്ക്കുള്ളിൽ ആയുധപുരകൾ, കടലിലേക്ക് തുറന്നിരിക്കുന്ന കിളിവാതിലുകൾ, കടൽ വഴി വരുന്ന ശത്രുക്കളെ നേരിടാനുള്ള ഇടങ്ങൾ, രഹസ്യ ഭൂഗർഭ അറകൾ, ഒളിത്താവളങ്ങൾ, ജലസംഭരണി എന്നിവയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. ബേക്കൽ കോട്ട കേട്ടിട്ടുണ്ടോ നിങ്ങളെ? ബേക്കൽ ഫോർട്ടിനെ കുറിച്ച് 17-ാം നൂറ്റാണ്ടിലാണ് ഇത് നിർമ്മിച്ചത്. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ഏതെന്ന് ചോദിച്ചാൽ ബേക്കൽ കോട്ടയാണ്. അതിവിടെ കാസർഗോഡ് ജില്ലയിലെ പള്ളിക്കര വില്ലേജിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ കോട്ടയ്ക്ക് ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാൽ ആയുധപുരകളുണ്ട്, കടലിലേക്ക് തുറന്നിരിക്കുന്ന കിളിവാതിലുകൾ, കടൽ വഴി വരുന്ന ശത്രുക്കളെ നേരിടാനുള്ള ഇടങ്ങൾ, രഹസ്യ ഭൂഗർഭ അറകൾ, ഒളിത്താവളങ്ങൾ, ജലസംഭരണികൾ ഇവയെല്ലാം നമ്മുടെ ബേക്കൽ കോട്ടയിൽ ഉണ്ടെന്ന്. ഓക്കെ ആണല്ലോ? ഈ വായിക്കുന്ന എല്ലാം റഫായിട്ടൊന്ന് അറിഞ്ഞിരിക്കണേ നിങ്ങളെ കേട്ടോ. ഓരോന്നിനെ കുറിച്ച് ഇപ്പോൾ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ. അടുത്ത നമ്മൾ നാണയങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്. കോയിൻസ് നോക്കിയേ. നാണയങ്ങൾ പ്രധാന ചരിത്ര സ്രോതസ്സുകളാണ് അല്ലേ. നാണയങ്ങൾ എന്ന് പറയുന്നത് ഒരു പ്രധാന ചരിത്ര സ്രോതസ്സുകളാണ്. നിർമ്മിക്കപ്പെട്ട കാലഘട്ടത്തിലെ സാമ്പത്തിക, രാഷ്ട്രീയ, സാംസ്കാരിക ചരിത്രത്തെക്കുറിച്ച് അവ നമുക്ക് അറിവ് നൽകുന്നു. നാണയങ്ങളെക്കുറിച്ചുള്ള പഠനം, ഞാനിപ്പോൾ 3-4 പഠനം പറഞ്ഞു. നാണയങ്ങളെക്കുറിച്ചുള്ള പഠനത്തിനെ നമ്മൾ ന്യൂമിസ്മാറ്റിക് എന്ന് പറയും കേട്ടോ. ന്യൂമിസ്മാറ്റിക്സ് എന്ന് പറയുന്നത് ന്യൂമിസ്മാറ്റിക്സ്, അതായത് നാണയശാസ്ത്രം എന്നാണ്. അതൊക്കെ 1 മാർക്കിൻ്റെ ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. ഞാൻ പ്രധാനപ്പെട്ടത് മാത്രമേ നിങ്ങളോട് പഠിക്കാൻ പറയുന്നുള്ളൂ. വാരി വലിച്ച് ഇതെല്ലാം പഠിക്കണമെന്ന് പറയുന്നില്ല. പ്രധാനപ്പെട്ടത് ഇത് വേണമെന്ന് പറയുന്നത് തന്നെ അങ്ങ് പഠിച്ചോണം കേട്ടോ. കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ലഭിച്ച നാണയങ്ങളുടെ ചിത്രങ്ങളാണ് ചുവടെ കാണുന്നത്. കാശ്, അച്ച്. ഇനി നമ്മുടെ കേരളത്തിലെ നാണയത്തിൻ്റെ ഒരു 3-4 പേര് കേട്ടോ. കേരളത്തിലെ നാണയങ്ങളുടെ കുറച്ച് ഒരു 3-4 പേരെങ്കിലും അറിഞ്ഞിരിക്കണം കേട്ടോ. കാശ്, നമ്മളിപ്പോൾ രൂപ അല്ലേ, പണം, കാശ്, അച്ച്, അനന്തരായൻ പണം. ഇതൊന്നും അതുകൊണ്ട് ഞാൻ എഴുതിയില്ല നിങ്ങളെ, കാരണം ഓൾറെഡി ഇതിലുണ്ട്. നോക്കിക്കേ, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ച നാണയങ്ങൾ ഏതൊക്കെയാണ് അത് ഓൾറെഡി ഉണ്ട്. ഇനി അതുകൊണ്ട് ഞാൻ എഴുതിയില്ല. ഏതൊക്കെയാ? കാശ്, മലയാളം ഇംഗ്ലീഷും ഇത് തന്നെ കേട്ടോ. കാശ്, അച്ച്, പണം, അനന്തരായൻ പണം, സുൽത്താൻ കാശ് തുടങ്ങിയ പേരുകളിലൊക്കെയാണ് ഇവ അറിയപ്പെടുന്നത്. അതുകൊണ്ട് ഞാനതൊന്നും സെപ്പറേറ്റ് എഴുതിയില്ല. അതിനാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ടിക്കറ്റ് പറയുന്നത് പ്രധാനപ്പെട്ടത് കേട്ടോ. അടുത്ത നോക്കിയേ, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ വായിച്ചെടുക്കാം. നാണയം നിർമ്മിക്കപ്പെട്ട കാലഘട്ടം, നാണയത്തിൻ്റെ ഒരു ചോദ്യം ഉണ്ടല്ലേ. കോയിൻസ് നോക്കിയേ. വൈ ആർ കോയിൻസ് സെഡ് ടു ബി ഹിസ്റ്റോറിക്കൽ സോഴ്സസ്? നാണയങ്ങളെക്കുറിച്ചാണ് അല്ലേ. നോക്കിക്കേ,
വൈ ആർ കോയിൻസ് സെഡ് ടു ബി ഹിസ്റ്റോറിക്കൽ? നാണയങ്ങൾ ചരിത്ര സ്രോതസ്സുകളാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അല്ലേ? അത് ഞാൻ നാണയങ്ങൾ ചരിത്ര സ്രോതസ്സുകളാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ചരിത്ര സ്രോതസ്സുകൾ പറയുന്നത് എന്തുകൊണ്ട്? കേട്ടോ, ചോദ്യം എഴുതാൻ മറന്നു പോയതാ. പറഞ്ഞത് എന്തുകൊണ്ടാണ് കേട്ടോ? എന്തുകൊണ്ടാ? വി ആർ കോയിൻസ് സെഡ് ടു ബി ഹിസ്റ്റോറിക്കൽ സോഴ്സസ്. എന്തൊക്കെയാണ് നിങ്ങളെ സൂമാണോ? ഓക്കെ, ദേ ഗീവ് us ഇൻഫർമേഷൻസ് ഓൺ ദ എക്കണോമിക്, പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ ഹിസ്റ്ററി ഓഫ് ദ പീരീഡ് ഇൻ വിച്ച് ദേ വെയർ യൂസ്ഡ്. അവ നിർമ്മിക്കപ്പെട്ട കാലഘട്ടത്തിലെ സാമ്പത്തിക, രാഷ്ട്രീയ, സാംസ്കാരിക ചരിത്രത്തെക്കുറിച്ച് നമുക്ക് അറിവ് തരുന്നു എന്ന് മാത്രം എഴുതി വെച്ചാൽ മതി. ഒരു കോയിൻ കണ്ടു കഴിഞ്ഞാൽ അത് ഏത് വർഷമാണ് നിർമ്മിച്ചത് അല്ലേ, അത് നിങ്ങളോട് ചോദിക്കും. ഒരു നാണയം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എങ്ങനെ അറിയാൻ പറ്റുമെന്ന് കേട്ടോ. എങ്ങനെയാ നിങ്ങളെ ഈ നാണയത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അത് ആരാണ് ആദ്യമേ ആരാന്നല്ല, അതിനെ എന്താ നാണയത്തെക്കുറിച്ച് പഠിക്കുന്നതിനെ നമ്മൾ ന്യൂമിസ്മാറ്റിക് എന്ന് പറയുന്നു. കേരളത്തിലെ ആദ്യകാല നാണയങ്ങളായിരുന്നു ഏതൊക്കെയാ? കാശ്, പിന്നെ അച്ച് പണം, അനന്തരായൻ പണം, ഇതൊക്കെ അല്ലേ കേരളത്തിലെ ആദ്യത്തെ പണങ്ങളാണ്. ഈ നാണയങ്ങളിൽ നമുക്ക് എന്തൊക്കെ വിവരങ്ങൾ ലഭിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ അറിയാൻ പറ്റും കുഞ്ഞുങ്ങളെ? ഒരു നാണയം കണ്ടാൽ നമുക്ക് എന്തൊക്കെ, നിങ്ങളുടെ കയ്യിൽ കോയിൻ ഇരിപ്പുണ്ടെങ്കിൽ നോക്കി എന്തൊക്കെ അറിയാൻ പറ്റും? ഈ നാണയം എന്നാണ് നിർമ്മിക്കപ്പെട്ടതെന്ന് നമുക്ക് നോക്കാം അല്ലേ, അതിൻ്റെ ഡേറ്റ് അതിൽ കാണും. പിന്നെ നാണയം പുറത്തിറങ്ങിയ ഭരണാധികാരികൾ ആരൊക്കെയാണ്? പണ്ടത്തെ കോയിനിലാണ് ഇതൊക്കെ അല്ലേ, ഏത് ഭരണാധികാരിയാണെന്നൊക്കെ അറിയുന്നത് അല്ലേ. വ്യാപാര ബന്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രദേശങ്ങൾ, രാജ്യങ്ങൾ, ഇവയൊക്കെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുമെന്നും അക്കാലത്തെ രാഷ്ട്രീയ വ്യവസ്ഥകൾ മനസ്സിലാക്കാൻ പറ്റുമെന്നും രാജ്യത്തിൻ്റെ മുദ്രകൾ, ആരാധന എന്നിവ മനസ്സിലാക്കാൻ പറ്റുമെന്നും ഒക്കെയാണ് പറയുന്നത്. ഇപ്പോഴത്തെ കോയിനിൽ ഇതൊക്കെ പറ്റുന്നുണ്ടോ നിങ്ങളെ? ഓക്കെ, ഇത് പഴയ കോയിനുകളിനകത്തിലാണ് കുഞ്ഞുങ്ങളെ ഇതൊക്കെ കാണാൻ പറ്റുന്നത്. ഇതിനകത്തിൽ എന്താ ഒരുപാട് കാര്യങ്ങളൊക്കെ അച്ചടിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കോയിനകത്തിൽ ഇതൊന്നുമില്ല അല്ലേ, ഇപ്പോൾ പുതിയ കോയിനല്ലേ. അടുത്ത നോക്കിയേ, വീരരായൻ പണം. നോക്കിക്കേ, വീരരായൻ പണം. അപ്പോൾ പഴയ പണത്തിൻ്റെയൊക്കെ ഒരു 5-6 പേര് പഠിച്ചു വെച്ചേക്കണേ. നോക്കിക്കേ, കോഴിക്കോട് ഭരിച്ചിരുന്ന നമ്മുടെ സാമൂതിരിമാരുടെ കാലത്ത് പ്രചാരത്തിലിരുന്ന നാരായമാണ് വീരരായൻ പണം. എന്താ നിങ്ങളെ, കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരിമാരുടെ കാലത്ത് പ്രചാരത്തിലിരുന്ന നാണയമാണ് വീരരായൻ പണം. അങ്ങനെ തന്നെയല്ലേ ഞാൻ വായിച്ചത്, തെറ്റുവല്ലം വന്നു. കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരിമാരുടെ കാലത്ത് പ്രചാരത്തിലിരുന്ന നാണയമാണ് വീരരായൻ പണം. പഴയ വീരരായൻ, പുതിയ വീരരായൻ എന്നീ 2 വിധത്തിൽ നാണയങ്ങൾ നിലവിലുണ്ടായിരുന്നു. 1667 മുതൽക്കാണ് ഈ നാണയങ്ങൾ അടിച്ചിറക്കാൻ തുടങ്ങിയത്. സ്വർണത്തിൽ നിർമ്മിച്ച ഈ നാണയത്തെ വിദേശികൾ പൊൻപണം എന്നാണ് വിളിച്ചിരുന്നത്. നോക്കണേ, ഇപ്പോഴങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലല്ലോ ഇത്രയും സ്വർണത്തിൽ, ഇപ്പോൾ 8000 കഴിഞ്ഞില്ലേ ഗ്രാമിന്. നോക്കിക്കേ, പൊൻപണം എന്നാണ് വിളിച്ചിരുന്നത്. വൈഷ്ണവർ ഉപയോഗിച്ചിരുന്ന നാമകുറി, സൂര്യൻ്റെ അടയാളം, സിംഹത്തിൻ്റെ അടയാളം തുടങ്ങിയവയൊക്കെ ഇതിൽ കാണാവുന്നതാണ് കേട്ടോ. എന്താ നിങ്ങളെ, വീരരായൻ പണം 2 ഉണ്ട്, പഴയതും പുതിയതുമുണ്ട്. 1667 മുതലാണ് ഈ നാണയങ്ങൾ അടിച്ചിറക്കാൻ തുടങ്ങിയത്. ഇത് സ്വർണത്തിൽ നിർമ്മിച്ചതായതുകൊണ്ട് ഇതിനെ പൊൻപണം എന്ന് പറയുന്നു. ഇതൊക്കെ നിങ്ങൾ റഫായിട്ടൊന്ന് അറിഞ്ഞിരിക്കണേ, പഠിക്കണേ എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ. അടുത്ത 2 ആഴ്ചയോടെ കഴിയുമ്പോൾ എക്സാം ആണേ കേട്ടോ. അപ്പോൾ നോക്കുക, ചരിത്ര സ്മാരകങ്ങൾ നോക്കിക്കേ. തളിക്ഷേത്രം, മിഷ്കാൽ പള്ളി, ദേവമാതാ കത്തീഡ്രല്, കടൽ പാലം, ഇതൊക്കെ കാണുന്നുണ്ടോ? പടം കാണുന്നുണ്ടോ? ഇവിടെ വല്ലയിടമൊക്കെ പോയിട്ടുള്ളവരുണ്ടോ നിങ്ങളെ? ചരിത്ര സ്മാരകങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ ശ്രദ്ധിക്കുക. ഓരോ പ്രദേശത്തിൻ്റെയും സാമ്പത്തിക, സാംസ്കാരിക ചരിത്രത്തിലേക്ക് നമ്മെ നയിക്കുന്ന സ്രോതസ്സുകൾ എന്തൊക്കെയാണ്? കോഴിക്കോട്ടെ ചില ചരിത്ര സ്മാരകങ്ങളുടെ കോഴിക്കോട്ടെയാണ് ഈ സംഭവം കേട്ടോ. ചരിത്ര സ്മാരകങ്ങളുടെ ചിത്രങ്ങളാണ് ഇവ. സാമൂതിരിയുടെ കാലത്ത് പ്രസിദ്ധമായ രേവതി പട്ടത്താനം എന്ന പണ്ഡിത സദസ്സ് നടത്തിയിരുന്നത് തളിക്ഷേത്രത്തിൽ വെച്ചായിരുന്നു. നോക്കട്ടെ, തളിക്ഷേത്രം കണ്ടോ? പോർച്ചുഗീസുകാർക്കെതിരെയുള്ള സാമൂതിരിയുടെ പ്രധാന യുദ്ധ കേന്ദ്രമായിരുന്നു മിഷ്കാൽ പള്ളി. കോഴിക്കോട്ടെ പോർച്ചുഗീസ് സാന്നിധ്യത്തിൻ്റെ സ്മാരകമാണ് 1519 നിർമ്മിച്ച ദേവമാതാ കത്തീഡ്രൽ. കടൽ പാലങ്ങൾ നൂറ്റാണ്ടുകളായി വിവിധ വിദേശ രാജ്യങ്ങളുമായിട്ട് കോഴിക്കോടിന് ഉണ്ടായിരുന്ന വ്യാപാര ബന്ധത്തിൻ്റെ തെളിവാണ്. അവർ പണ്ട് കാലത്ത് പോയിരുന്നത് അന്നത്തെ കൂട്ട് കപ്പലുകളും ഒന്നുമില്ല. അവർ കണ്ട് ഇങ്ങനെയുള്ള പാലങ്ങൾ വഴി ഇങ്ങനെയുള്ള വ്യാപാര ബന്ധത്തിനായിട്ട് അവർ കോഴിക്കോടുമായിട്ടൊരു ബന്ധമുണ്ടല്ലോ. അങ്ങനെ ഒരു പാലം അവർ ഇങ്ങനെ കണ്ടോ, കടൽ പാലങ്ങൾ നൂറ്റാണ്ടുകളാണ്ട് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾ? ഓക്കെ,
ഇങ്ങനെ കേരളത്തിലുടനീളം ധാരാളം സ്മാരകങ്ങൾ കാണാം. ഇത്തരം ചരിത്ര സ്മാരകങ്ങൾ ഓരോന്നും അറിയാൻ നോക്കിയേ. കരുമാടിക്കുട്ടൻ സ്മാരകം കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? കരുമാടിക്കുട്ടൻ സ്മാരകം ഇതൊക്കെ എവിടെ എന്തൊക്കെയാണെന്ന് പോലും അറിയാവോ? കരുമാടിക്കുട്ടൻ സ്മാരകം ആലപ്പുഴ ജില്ലയിലെ കേട്ടോ, ആലപ്പുഴ ജില്ലയിലെ. ഇത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആലപ്പുഴ കേട്ടോ നിങ്ങളെ, ആലപ്പുഴ. ഞാൻ എഴുതിയില്ല കേട്ടോ, ആലപ്പുഴ ജില്ല. പിന്നെ പുനലൂർ തൂക്കുപാലം, അത് നമുക്ക് കൊല്ലം ജില്ലയിലാണ്, കൊല്ലം ജില്ലയാണ്. പിന്നെ സിനലോഗ് എറണാകുളത്താണ് കേട്ടോ, സിനഗോഗ് എന്ന, ലോകല്ല ഗോഗ്, എറണാകുളം. പിന്നെ വാഗൺ ട്രാജഡി, വാഗൺ ട്രാജഡി നടന്നത് എവിടെയാ? തിരൂർ മുനിസിപ്പാലിറ്റി നിർമ്മിച്ച ഹാളാണ്. കൂട്ടക്കൊല 80-ാം വർഷത്തിലുള്ള, അത് ഏത് സ്ഥലമാണെന്ന്? തിരൂർ മുനിസിപ്പാലിറ്റി എന്നാണ് അവിടത്തേക്കുന്നത് അല്ലേ? തിരൂർ എവിടെയാണ്? തിരൂർ. ചന്ദ്രഗിരി കോട്ട കാസർഗോഡ്. കാസർഗോഡ്. ഈ കോട്ടകളുടെയൊക്കെ പ്രത്യേകത എന്തോ നിങ്ങൾ നോക്കണേ. കരുമാടിക്കുട്ടൻ സ്മാരകം എന്ന് വെച്ചാൽ ഇത് കണ്ടോ. കരുമാടിക്കുട്ടൻ സ്മാരകം എന്ന് വെച്ചാൽ ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ താലൂക്കിൽ കരുമാടി ഗ്രാമത്തിൽ നിന്നും കണ്ടെത്തി. ബുദ്ധമത പ്രതിമയായി ഇതിനെ കണക്കാക്കപ്പെടുന്നു. കേരള പുരാവസ്തു വകുപ്പിന് കീഴിലുള്ള ചരിത്ര സ്മാരകമായിട്ട് ഇതിനെ ഒരു ബുദ്ധമത പ്രതിമയായിട്ട് ഇതിനെ അങ്ങ് മാറ്റിയത്. പിന്നെ പുനലൂർ തൂക്കുപാലം, കൊല്ലം ജില്ലയിലെ പുനലൂരിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അത് ഞങ്ങൾക്ക് അറിയാം കുഞ്ഞുങ്ങൾ കേട്ടോ. കല്ലടയാറിന്റെ ഇരുകരകളെയും ബന്ധിപ്പിച്ചിരിക്കുന്നു. ആയില്യം തിരുനാൾ രാമവർമ്മ 1877 പണി കഴിപ്പിച്ചതാണിത്. അടുത്ത സിനഗോഗ് എന്ന് വെച്ചാൽ എറണാകുളം ജില്ലയിലെ മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്നു. 1568 മലബാറിലെ യഹൂദർ നിർമ്മിച്ച ആരാധനാലയമാണിത്. കോമൺവെൽത്ത് രാജ്യങ്ങളിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ജൂതപ്പള്ളിയാണ് നമ്മുടെ സിനഗോഗ്, ജൂതപ്പള്ളിയാണ് കേട്ടോ. അടുത്തത് ചന്ദ്രഗിരി കോട്ട, കാസർഗോഡ് ജില്ലയിലെ തെക്ക് കിഴക്കായിട്ട് ഇത് സ്ഥിതി ചെയ്യുന്നു. 17-ാം നൂറ്റാണ്ടിലാണ് ഇത് നിർമ്മിച്ചത്. അടുത്ത വാഗൺ ട്രാജഡി എന്ന് വെച്ചാൽ വാഗൺ കൂട്ടക്കൊലയുടെ 80-ാം വാർഷികത്തോടനുബന്ധിച്ച് തിരൂർ മുനിസിപ്പാലിറ്റി നിർമ്മിച്ച ഹാളാണിത്. ഇതിനോട് ചേർന്ന് ഒരു വാഗൺ മാതൃക തന്നെ നിർമ്മിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അല്ലേ, ഒരു വാഗൺ മാതൃക തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. അടുത്ത സാഹിത്യ സ്രോതസ്സുകൾ, അതിന് ഒരു മാർക്കിന് ചോദിക്കാൻ ഇതേ ഉള്ളൂ. ലഭ്യമായ ചരിത്രരചനാ സ്രോതസ്സുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സാഹിത്യ സ്രോതസ്സുകൾ കേട്ടോ. പിന്നെ നമ്മളോട് ചോദിക്കാം സംഘസാഹിത്യ കൃതികൾ. കേരളത്തിൻ്റെ പ്രാചീന ചരിത്രത്തെക്കുറിച്ച് വെളിച്ചം വീശുന്ന സാഹിത്യ സ്രോതസ്സുകളാണ് തമിഴിൽ രചിക്കപ്പെട്ട സംഘസാഹിത്യ കൃതികൾ. സംഘസാഹിത്യ കൃതികൾ ഏതാ? തമിഴിലാണ് ഇത് രചിക്കപ്പെട്ടത് കേട്ടോ. പതിറ്റുപത്ത്, പുറനാനൂറ്, അകനാനൂറ്, കുറുംതോക്കയ്, നറ്റിനായി തുടങ്ങിയവ പ്രധാന സാഹിത്യ കൃതികളാണ്. അതൊന്നും പഠിച്ചാൽ നിങ്ങൾക്ക് തലയിൽ നിൽക്കത്തില്ലായിരിക്കും. എന്താണെന്ന് ചോദിക്കുമ്പോൾ നല്ല ഇവിടെ വരെ എഴുതി അത് കേട്ടോ. പഠിക്കാൻ പറ്റുന്നവർ പഠിച്ചോണ്ടിരിക്കുന്നത് കേട്ടോ. അടുത്തത് മണിപ്രവാള കൃതികൾ കാലഘട്ടത്തിൽ അതിൽ പിന്നെന്താ കേരളത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ള ചില വിദേശ സഞ്ചാരികൾ നോക്കിയേ. മെഗസ്തനീസ്, ഗ്രീസ്, സുലൈമാൻ. ഇത് ഫില്ലപ്പിന് ചോദിക്കും കേട്ടോ. ഫില്ലപ്പായിട്ടേ മാച്ച് ദ ഫോളോയിങ്ങിനായിട്ടൊക്കെ ചോദിക്കാം കേട്ടോ. ഇതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. അത്രേ ഉള്ളൂ. ഫില്ലപ്പ്. പ്രാദേശിക ചരിത്ര രചനാ സ്രോതസ്സുകൾ മുമ്പ് നമ്മൾ പറഞ്ഞ ഏതായിരുന്നു? പ്രാദേശിക സ്രോതസ്സുകളായിരുന്നു അല്ലേ. ഇനി രചനാ സ്രോതസ്സുകൾ ഏതൊക്കെയാണ്? ഇത് ചിലപ്പോൾ ഇങ്ങനെ തരും. ഏതാ? നമുക്ക് കുടുംബ ചരിത്രം, ഔദ്യോഗിക രേഖകൾ, പണയരേഖകളുടെ ആധാരങ്ങൾ, നാട്ടറിവുകൾ, ആചാര അനുഷ്ഠാനങ്ങളുടെ പാട്ടുകൾ, ഓർമ്മകൾ, സ്ഥലനാമ ചരിത്രങ്ങൾ, ഇതൊന്നും അറിഞ്ഞിരിക്കണം കേട്ടോ. ഇത് വളരെ പ്രധാനപ്പെട്ടാണ്. അതുപോലെ വർത്തമാന പത്രങ്ങളെക്കുറിച്ച് ചോദിച്ചാലും ഒന്ന് അറിഞ്ഞിരിക്കണം. ദൈനംദിന സംഭവങ്ങൾ അറിയാൻ നാം ഇന്ന് പത്രങ്ങൾ, ദൃശ്യമാധ്യമങ്ങൾ, നവമാധ്യമങ്ങൾ തുടങ്ങിയവയാണ് ആശ്രയിക്കുന്നത്. എന്നാൽ ഈ പത്രങ്ങൾ കാലക്രമേണ ചരിത്രം അറിയാനുള്ള പ്രധാന ഉപാധിയായിട്ട് മാറും. ഇന്ത്യയിലെ അതൊന്നും വേണമെന്നില്ല, ഇത്രയും മതിയൊന്നും ആശ്രയിക്കുന്നത്. പ്രാദേശിക നിരീക്ഷണത്തിലുള്ള ചരിത്രം ഇതൊന്നും അറിഞ്ഞിരിക്കണം കേട്ടോ. റഫായിട്ടൊന്നും അറിഞ്ഞിരിക്കണേ നിങ്ങളെ ഇത്രയും.
കുടുംബങ്ങളുടെ ചരിത്രവും പ്രാദേശിക ചരിത്രരചനയിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സാഹിത്യ സ്രോതസ്സാണ് കുടുംബചരിത്രം എന്ന് പറയുന്നത്. ഒരു ഗ്രാമത്തിൻ്റെയോ പ്രദേശത്തിൻ്റെയോ വളർച്ചയിൽ വ്യക്തികൾ നടത്തുന്ന ഇടപെടലുകളും സംഭാവനകളും വസ്തുനിഷ്ഠ ഉറപ്പാക്കി ശേഖരിക്കുക എന്നതാണ് പ്രാദേശിക ചരിത്ര അന്വേഷകൻ്റെ കടമയാണ് എന്ന് പറയുന്നുണ്ട്. അതൊന്ന് നോക്കിക്കോണേ. പിന്നെ ഏറ്റവും പ്രധാന ഔദ്യോഗിക രേഖകൾ താഴെ പറയുന്ന ഏതൊക്കെയാണ്? നമ്മൾ ഈ ഔദ്യോഗിക രേഖകൾ തയ്യാറാക്കുക കേട്ടോ, അത് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളെ. ഒന്ന് സെൻസസ് റിപ്പോർട്ടുകൾ, ഗസറ്റ് രേഖകൾ, കോടതി രേഖകൾ, സർവേ റിപ്പോർട്ടുകൾ, നികുതി രേഖകൾ കേട്ടോ. പ്രധാനപ്പെട്ട ഏതൊക്കെയാണെന്ന് പോലീസ് റിപ്പോർട്ടുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസനങ്ങൾ കേട്ടോ. പ്രധാനപ്പെട്ടതൊക്കെ ചോദിക്കുകയാണെങ്കിൽ അത് എഴുതാം. ഓക്കെ. പിന്നെ ഒരു ഭൂമിയെക്കുറിച്ചൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. റഫായിട്ട് നിങ്ങളതൊന്ന് വായിച്ചു വെച്ചേക്കണം. നിങ്ങളെപ്പോഴും ഒറ്റ ഇതിൽ ഞാനിത് നിർത്താമെന്ന് വിചാരിച്ചതാവും. ഇത് റഫായിട്ട് അത് വായിച്ചറിഞ്ഞിരുന്നാൽ മതി കേട്ടോ നിങ്ങളെ. ഓക്കെ ആണല്ലോ. അപ്പം നിങ്ങൾ കുറേയൊക്കെ ഞാൻ തന്നിട്ടുണ്ട്. ഈ ചാപ്റ്റർ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് നോട്ട് എഴുതിയില്ല. നമ്മളിപ്പോൾ എവിടെ വരെ എഴുതിയായിരുന്നു? നാണയത്തെക്കുറിച്ചുള്ള പഠനത്തിന് ന്യൂമിസ്മാറ്റിക് കേട്ടോ. ആദ്യകാല നാണയങ്ങളുടെ പേര് ഞാൻ പറഞ്ഞായിരുന്നു. നാണയങ്ങളിൽ നിന്നും നമുക്ക് എന്തെല്ലാം വിവരങ്ങൾ ലഭിക്കുന്നു എന്നുള്ളതും കേട്ടോ, അതെല്ലാം ടെസ്റ്റ് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പം നിങ്ങൾ വൃത്തിയായിട്ട് ടെസ്റ്റ് വായിക്കുക എന്നുള്ളതാണ് കുഞ്ഞുങ്ങളെ. ഈ ചാപ്റ്റർ എന്ന് ഞാൻ പറയുന്നത് ടെസ്റ്റ് നല്ലപോലെ വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, രണ്ടായാലും കമൻറ്റ് പറയണേ കേട്ടോ. ഓക്കെ. നമ്മുടെ നമ്മൾ സോഷ്യൽ എല്ലാ പാഠവും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ നല്ലതുപോലെ പരീക്ഷ എഴുതണം കേട്ടോ. നമുക്കിനിയും പരീക്ഷ വന്ന എല്ലാ ചാപ്റ്ററും ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ജോലി ഇത് പഠിച്ച് എഴുതുക എന്നുള്ളതാണ്. അടുത്ത വർഷം നമുക്ക് വീണ്ടും കാണാം അല്ലെങ്കിൽ കേൾക്കാം കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, രണ്ടായാലും കമൻറ്റ് ബോക്സിൽ പറയണേ കേട്ടോ. ഓക്കെ. മോഡൽ ക്വസ്റ്റ്യനോ വല്ലതൊക്കെ വേണമെന്നുള്ളവരും കമൻറ്റ് ബോക്സിൽ ഇട്ടോ. താങ്ക് യു.